സ്നേഹമുള്ള സംബന്ധിച്ചവന്മാരെ എല്ലാവർക്കും ദേവാലയത്തിലേക്കും തിരുക്കർമ്മത്തിലേക്കും പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം. അനിയനെ മാതാപിതാക്കൾ കണ്ടുവരുന്നത് ഒരു സാക്ഷി. ബ്രിക്സിന്റെ മാതാപിതാക്കൾ ഒരു സാക്ഷി. ദയവ് ചെയ്ത് ഒരു വിവാഹം എന്നൊരു പുലർച്ചയാണ്. നിങ്ങളൊരു ശാന്തമായി പ്ലീസ് സംസാരം നിർത്താൻ. തന്നെ വച്ച് കൈകൾ കൂട്ടി അരിയെയും കർത്താവിൻ്റെ ദൈവങ്ങളിൽ സമർപ്പിക്കാൻ. ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് എന്ന് പറഞ്ഞ കർത്താവിൻ്റെ മുന്നിൽ താനായ വിവാഹത്തിനെ പറഞ്ഞു ചേർന്ന് അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാൻ ഈശോയുടെ മാധ്യസ്ഥം പ്രാർത്ഥിച്ച പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ ഒരു പ്രാർത്ഥനാപൂർവ്വം നിന്ന് ഇവരെ അവിടുത്തെ അനുഗ്രഹത്തിനും ആശീർവാദമായി സമർപ്പിക്കാം. വിശുദ്ധ കുർബാന മധ്യയാണ് വിവാഹങ്ങൾ ഉദാചാരീകരണം ചെയ്യുക. ഭക്തിയോടും സത്യയോടും തിരുക്കർമ്മത്തിൽ ചേരാം. ദേവാലയത്തിൽ ആയിരിക്കുന്നവരുടെ കൈവശം മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അത് സൈലന്റ് മോഡിൽ ഇടുക, അല്ലെങ്കിൽ ഓഫ് ചെയ്യുക. ഫോട്ടോഗ്രാഫേഴ്സ് തിരുക്കർമ്മങ്ങൾക്ക് തടസ്സമാകുന്ന വിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കട്ടെ. ഏറ്റവും നല്ല ഫോട്ടോ എടുക്കാൻ നല്ല പൊസിഷൻ വെച്ചു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. തിരുനാൾ
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ വ്യക്തിപരായി ഹൃദയ ഐക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസനെ അനുവദിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശയോട് പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരേക്കും എന്റെ പുത്രി ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗൃഹത്തെയും നീ മറന്നുകളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു. കാഴ്ചകളുമായി രാജാവിനെ അവൻ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവരെ അനുഗമിക്കും. അവർ ഉല്ലാസത്തിനായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ മരങ്ങളും അവിടുത്തെ നാമം അനുസ്മരിക്കും. എന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ കിടക്കുന്ന മുന്തിരി വഴിയാടും. നിന്റെ മക്കൾ മേശിട്ടും സൈറ്റുമുളകളിൽ പോലെയുമായിരിക്കും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സേനയിൽ നിന്ന്
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങളും സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് കുടിചൂടി നിൽക്കുന്ന സഭയെ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെ നാമം സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും നിലവിളിക്കട്ടെ. ഞാൻ ലോകത്തിലെ പ്രകാശമാണ്. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്താനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർത്തിയവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ എനിക്കും പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനായ പരിപാലകനും സകലങ്ങളുടെയും സുഖാദികളുടെയും പ്രവിടമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിൽ ഉത്സവിച്ച് എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുതലായിരിക്കുകയും ചെയ്യണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ എന്റെ സഹോദരനെ, വിശുദ്ധ ലേഖനം അധ്യായം 5 22 മുതൽ 27 വാക്യങ്ങൾ കർത്താവ് ശ്രദ്ധിച്ചാലും മിശിഹ മകനെ അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്.
ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിനെ വിധേയമായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കാം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കുവാൻ വേണ്ടി നിങ്ങളോട് കൂടെ വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ പരിസയർ വന്ന് ഈശോയെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. ഈശോ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഒരു 3 മിനിറ്റ് ഇരിക്കും. കർത്താവീശോയെ ഏറ്റവും സ്നേഹിക്കുന്ന സഹോദരി സഹോദരന്മാരെ, വളരെ പ്രത്യേകമായി സ്നേഹം നിറഞ്ഞ പ്രിൻസ് അലീന, ഈ ദിവസത്തെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുന്നു. പ്രാർത്ഥനാശംസകൾ ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവരുടെയും പേരിൽ നൽകുന്നു. നിങ്ങൾ മറ്റു കാര്യങ്ങളിൽ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഫോട്ടോ എടുക്കുന്നത് ഒരിക്കലും ഫോട്ടോ എടുക്കുന്ന മാറ്റിരുന്നു. പ്രസംഗത്തിന് നേതൃത്വം എടുക്കുന്നില്ല എന്നാണ്. അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സിനും മണ്ണിലേക്കും എല്ലാവരും മംഗളങ്ങളും ദൈവാനുഗ്രഹവും ആശംസിക്കും. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ആശംസകൾ ഫ്രണ്ട്സിനെയും അലിനെയും ഒന്ന് കൈയടിച്ചറിയിക്കുക. ഒരു നല്ല കൈകളിലേക്ക് അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമെടുക്കാൻ മുന്നോട്ട് പോകുന്ന ഇവർക്ക് അലീനയുടെ ഇടവക മധ്യസ്ഥ മാതാവ്, ആരോഗ്യമാതാവ്, ആ ആരോഗ്യമാതാവിൻ്റെ മാധ്യസ്ഥം നിങ്ങൾക്ക് രണ്ടുപേർക്ക് പ്രത്യേകമായി ഉണ്ടാകട്ടെ ആശംസിക്കുന്നു. ഈ ഇടവക പള്ളി വിശുദ്ധ സെബസ്ത്യാനോസിന്റെ പേരിലുള്ള പള്ളിയാണ്. ആ ഇടവകയ്ക്കാണ് അലീന വരുന്നത്. ഞങ്ങളുടെ ഇടവയ്ക്ക് ഒരു അംഗം കൂടി അലീന ബന്ധപ്പെട്ടൊരു കുടുംബം കൂടി കിട്ടിയിരിക്കണമെന്ന് കഴിയുന്നു. അപ്പോൾ സന്തോഷം. വിശുദ്ധ സെബസ്ത്യാനോസ് വിശ്വാസത്തിന് വേണ്ടി സാക്ഷ്യം പിടിച്ച ധീര രക്തസാക്ഷിയായ വിശുദ്ധനാണ്. ആ വിശുദ്ധൻ്റെ ഇടവകയിലേക്കാണ് നമ്മൾ വരുന്നത്. ഹൃദയപൂർവ്വം ഇടവകയിലേക്ക്, മാന്തായ തറവാട്ടിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു.
ജോർജ് വന്നിട്ടുണ്ടോ? വലിയ അച്ഛൻ ജോർജ് മിനി വന്നിട്ടുണ്ട്. നിങ്ങളുടെ മോളാണ്, എത്രാമത്തെ മോളാണ്? മൂത്ത മോളാണ്. ഇവളെ ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ സങ്കടമൊക്കെ വരും. പെരുന്നാൾ വളർത്തിയില്ലല്ലോ. നിങ്ങളോട് ദൈവം പറഞ്ഞിരുന്നത് ഇത്രയേ ഉള്ളൂ. തച്ചുടപ്പുറം ഇടവകയിലെ മാതായി പാപ്പച്ചൻ്റെയും റോസറിയുടെയും മകൻ പ്രിൻസിന് വേണ്ടി നീ അവരെ വളർത്തി. അവൻ്റെ ജീവിത പങ്കാളിയായി തീരാനുള്ള മകളെ നിങ്ങളെ ഏൽപ്പിച്ചു വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ വളർത്തി നിങ്ങൾ ഉത്തരവാദിത്തമായിരുന്നു. അവൾക്ക് വേണ്ട എല്ലാ ചെയ്യുന്നതിലും അവളെ അവളുടെ ജീവിതാന്തസ്സിലേക്ക് ഉചിതമായ സമയത്ത് ഉചിതമായ ജീവിതാന്തസ്സിലേക്ക് നിങ്ങളെ പറഞ്ഞയച്ചു. അപ്പോൾ നിങ്ങൾക്കാണ് ആദ്യത്തെ അഭിനന്ദനങ്ങൾ. നിങ്ങളുടെ മൂത്ത മകളെ സന്തോഷപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം ഇങ്ങോട്ടൊക്കെ നൽകും. അതിന് കൊടുക്കുമ്പോൾ സ്വാഭാവികമായ ദുഃഖമൊക്കെ ഉണ്ടാവും, സാരമില്ല, അത് സ്വാഭാവികം. പക്ഷേ നല്ലൊരു തലമുറയിലേക്ക് നല്ലൊരു അപ്പൻ്റെയും അമ്മയുടെയും മകൻ്റെയും പ്രിൻസിലേക്ക് രാജകുമാരനാണ് പ്രിൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഇനി അങ്ങോട്ട് അലിംഗ രാജകുമാരനായി പ്രിൻസ് ഉണ്ടാവും. അപ്പോൾ സന്തോഷത്തോടെ അവിടേക്ക് ഒരു നല്ല തലവാട്ടിലേക്ക് നല്ലൊരു അപ്പൻ്റെ അമ്മയുടെ നല്ലൊരു മകനിലേക്ക് അവനെ പറഞ്ഞിരിക്കുന്നു, അവനെ പറഞ്ഞിരിക്കുന്നു എന്ന സന്തോഷം ഉണ്ടാകട്ടെ. നല്ലൊരു ഇടവകയായിരുന്നു പള്ളിയുടെ വേണ്ടി. നല്ല പള്ളി, മനോഹരമായ സ്ഥലം, മനോഹരമായ പള്ളി. ചാലക്കുടി വീട്, ചാലക്കുടി ടൗണിനെ അടുത്ത് നല്ലൊരു സ്ഥലം. അപ്പോൾ സന്തോഷത്തോടെ റോസ് ചേച്ചി ജോർജേട്ടനും മിനി ചേച്ചിയും വളർത്തിയ മകളെ, കുഞ്ഞുപോലെ വളർത്തിയ മകളെ ഭക്ഷണം കൊടുത്ത്, വസ്ത്രം കൊടുത്ത്, വിദ്യാഭ്യാസം കൊടുത്ത് ഇന്ന് വരെ വളർത്തിയ മകളെ എനിക്ക് തരാനല്ല, കുറെ പണം തരുന്നതല്ല, ഒരു മകളെ തരിക. നിങ്ങൾക്ക് പെൺമക്കളില്ലല്ലോ, രണ്ടാമത്തെ മകളെ കിട്ടിയില്ല. സന്തോഷത്തോടെ സ്വീകരിക്കുക. മകളായിട്ടല്ല, പൊന്നും മകളായിട്ട്. ആ അപ്പൻ്റെ അമ്മയുടെയും ചോരയും നീരും വന്നുള്ളൂ. സന്തോഷത്തോടെ, പ്രത്യാശയോടെ, സ്നേഹത്തോടെ സ്വീകരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞത് നിങ്ങളോട് പറയാനോടും പറഞ്ഞു, ഇവരോട് പറയാനോട് ഇനി നിങ്ങളോട് പറയാൻ. ഞാൻ ഇവിടെ വന്നിട്ട് 4 മാസമാകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഞാൻ വികാരിയായിട്ട് വരും. അപ്പം ഞാൻ അന്വേഷിക്കും മാതായി പാപ്പച്ചൻ പ്രിൻസിൻ്റെ കുടുംബം എന്നുള്ളത്. കാരണം ചോദിക്കാനൊരു അവകാശം എനിക്കുണ്ട്. ഞാനിവിടെ 4 മാസമായി വന്നിട്ട് പല വിവാഹങ്ങളും നടന്നു. പക്ഷേ കെട്ടിക്കാൻ എനിക്ക് കിട്ടിയ അവസരമില്ല. ആദ്യത്തെ ഘട്ടം പല വിവാഹങ്ങളുണ്ടായിരുന്നു, പക്ഷേ ആശീർവദിക്കാൻ എനിക്ക് അവസരം കിട്ടില്ല. മറ്റച്ഛന്മാർ വന്നു. ഇപ്പോൾ ആദ്യമായിട്ട് ഇടവയിൽ ഞാൻ ആസ്വദിക്കുന്ന വിവാഹം പ്രിൻസിൻ്റെയും അനിതയുടെയുമാണ്. അപ്പം എനിക്ക് ചോദിക്കാം, അല്ലേ ഞാൻ ആദ്യം കെട്ടിച്ചിട്ടെങ്കിൽ എനിക്ക് ചോദിക്കാല്ലേ ചോദിച്ചത്. അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് വിശ്വസിക്കുന്ന ഒരു കുടുംബമാണ്. വിശ്വാസത്തിൽ വേഗമുള്ള, വിശ്വാസത്തിൽ ഉറപ്പുള്ള, വിശ്വാസത്തിൽ ബലമുള്ള, വിശ്വാസത്തിൽ ആർജവമുള്ള, വിശ്വാസത്തിൽ ആത്മാർത്ഥതയുള്ള, വിശ്വാസത്തിൽ ആന്തരികതയുള്ള ഒരു കുടുംബമാണ് പ്രിൻസിൻ്റെയും അനിയന്റെയും. ആകാശത്തിന്റെ വിശാലവും ആഴിയേക്കാൾ ആഴവുമുള്ള, പാറയേക്കാൾ ഉറപ്പുള്ള ഒരു കത്തോലിക്ക വിശ്വാസത്തിന്റെ മക്കളാണ് പ്രിൻസും അനിയനും എന്ന് കേൾക്കാനാണ്. രണ്ടാമതായി ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് നല്ല പ്രാർത്ഥിക്കുന്ന കുടുംബമാണ്. അപ്പച്ചൻ നന്നായി പ്രാർത്ഥിക്കുകയും ആരാധനയ്ക്ക് വേദിയിരിക്കുന്നവരാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നന്നായി പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരിക്കും. നമുക്ക് പലതും സാധ്യമാണ്. പണം കൊണ്ട് സാധ്യമാണ്, നമ്മുടെ ശക്തി കൊണ്ട് സാധ്യമാണ്, ബന്ധുബലം കൊണ്ട് സാധ്യമാണ്. പക്ഷെ നമുക്ക് സാധ്യമായ കാര്യങ്ങൾ അപ്പുറത്ത് ചില കാര്യങ്ങൾ സാധ്യതമാകണമെങ്കിൽ, നിറവേറണമെങ്കിൽ
ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകണം, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. നമുക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന ബോധ്യത്തിൽ പ്രിൻസും അലിനെയും നന്നായി പ്രാർത്ഥിക്കുന്നവരാണ്. നിങ്ങൾ പ്രാർത്ഥിക്കും, ദൈവം പ്രവർത്തിക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേ, ദൈവം. അപ്പോൾ നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കണം. വിശ്വസിക്കുന്ന കുടുംബം, പ്രാർത്ഥിക്കുന്ന കുടുംബം, മൂന്നാമത്തെ കാര്യം നന്നായി സ്നേഹിക്കണം. ഇപ്പോഴത്തെ തലമുറയോട് അത് പറയണമെന്ന് എനിക്ക് തോന്നുന്നു. എന്തൊക്കെ സ്നേഹം പോലെ, എന്തൊക്കെ മോനെ സ്നേഹം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. ക്രിസ്തു പറഞ്ഞതാണ്. നമ്മുടെ മാതാപിതാക്കൾ മിനിച്ചേച്ചി ലോകത്തേക്കൊക്കെ എങ്ങനെ സ്നേഹിച്ചത് നമുക്കറിയാമല്ലോ. അല്ലെ, കഷ്ടപ്പാടിനും വേദനയും ദുഃഖത്തിനും ദുരിതത്തിനും വേദനയും അല്ലെ, അവർ നമുക്ക് ഏറ്റവും വലിയ മാതൃകകളാണ്. ആ മാതൃക നിങ്ങൾ സ്നേഹിക്കും. ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും വലിയ സ്നേഹിതരാണ്. സാമൂഹിക ആളുകൾ അവർ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ കഴിയും. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെൺകുട്ടി അവരോട് ചോദിച്ചു, എൻ്റെ ഫോൺ നമ്പർ ഏത് പേരിലാണ് നീ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? പുതിയ തലമുറയാണ്. അതൊന്നും നേരില്ല എന്ന് പറഞ്ഞ് അവൾ ഇങ്ങനെ ഇരുന്നു. ഭക്ഷണം കഴിച്ച് കൈ കഴുകാൻ പോയ നേരത്ത് അവൾ അവൻ്റെ ഫോണിലേക്ക് നമ്പർ വെച്ചു. അപ്പോൾ തെളിയുന്നത് ഫോൺ നമ്പർ 1. തമാശ നമ്പർ 1 ആണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ഫൺ നമ്പർ 1. ഇതൊക്കെ തരമില്ല. അപ്പൊ അവളെന്ത് ചെയ്യുന്നു? അവൾ ഈ നമ്പർ അവൻ വിളിക്കുമ്പോൾ കിട്ടുന്ന നമ്പർ ട്യൂൺ ചെയ്ത് വെച്ചു. അവൻ വന്നു, ചേട്ടൻ എന്നെ വിളിച്ചപ്പോൾ അവളുടെ ഫോൺ നമ്പറിൽ തെളിയുന്നത് റീചാർജ് നമ്പർ 1. അവൾക്ക് റീചാർജ് കൊടുക്കാൻ കുറേ പേരില്ല. അതിൽ ഒന്നാമത്തെ ആളാണ് ഇയാൾ. അവന് ടൈം പാസ് കുറയില്ല, അതിനകത്ത് ഒന്നാമത്തെ ആളാണ്. ഇതാണ് ആധുനിക ലോകം, ആധുനിക സ്നേഹം. ഫോൺ നമ്പർ 1, റീചാർജ് നമ്പർ 1. എൻ്റെ പൊന്നു മക്കൾ, പുതിയ തലമുറയിലെ സ്നേഹത്തിലേക്കല്ല നിങ്ങൾ ദൈവം വിളിക്കുന്നത്. മറിച്ച് സ്വജീവൻ ബലികഴിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഇതിനെ രണ്ടല്ല ഒന്നാണ്. ഒരു ഹൃദയം, ഒരു മനസ്സ്, ഒരു ചിന്ത, ഒരു ശയനം, ഒരു സ്വപ്നം, ഒരേ പദ്ധതി, ഒരേ വഴി, ഒരേ യാത്ര. അതാണ് ഭാര്യ ഭർത്തൃ ചിന്ത. അതിലേക്കാണ് നിങ്ങൾ വിളിച്ചത്. ആ സ്നേഹത്തിൽ എന്തോ സ്നേഹിക്കാം. പുരുഷോളം. കാരണം പുരുഷ സ്നേഹത്തിൻ്റെ അളവാണ്, സ്നേഹത്തിൻ്റെ അടയാളമാണ്. എന്തോരം ക്ഷമിക്കാം അതിനാൽ പുരുഷോട് എന്തോരം ക്ഷമിക്കാം. പുരുഷോളം. പ്രിൻസ് അലീനെ എന്തോരം ക്ഷമിക്കാം. അവരുടെ മുമ്പിൽ കണ്ടിക്കാം. പുരുഷോളം. പങ്കുവയ്ക്കുന്ന കുടുംബമാകുക. ഹൃദയം, മനസ്സ്, സമയം എല്ലാം. To spend time is very important. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക എന്നുള്ളത്. അപ്പോൾ സമയം പങ്കിടുക. നല്ല വിശുദ്ധിയുള്ള കുടുംബമാകുക. സാക്ഷ്യം വഹിക്കുന്ന കുടുംബമാകുക. നന്ദിരിക്കുന്നില്ല, വിശ്വസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, സ്നേഹിക്കുന്ന, പങ്കുവയ്ക്കുന്ന, വിശുദ്ധിയുള്ള, സാക്ഷ്യം വഹിക്കുന്ന കുടുംബമായി നിങ്ങൾ മാറണം. ആളുകൾ വിശ്വസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, സ്നേഹിക്കുന്ന, പങ്കുവയ്ക്കുന്ന, വിശുദ്ധിയുള്ള, സാക്ഷ്യം വഹിക്കുന്ന കുടുംബമായി പ്രിൻസിൻ്റെ വഴിയിലെ കുടുംബം മാറട്ടെ എന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും പേരൊട്ടിയിൽ കൂടി ആശംസിക്കാൻ പ്രാർത്ഥിക്കാം. അങ്ങനെ കുടുംബത്തെ കാണാനല്ലേ ലോകത്തെല്ലാവരും നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലേ? അവർ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ അവരുടെ കുടുംബം തന്നെയായിരിക്കും ആഗ്രഹിക്കാൻ കഴിയും. അപ്പോൾ മാതാപിതാക്കൾക്ക് സന്തോഷവും നമ്മുടെ സമുദായത്തിന് പ്രതീക്ഷയും കത്തോലിക്ക സഭയ്ക്ക് അലങ്കാരവുമായി
നിങ്ങളുടെ കുടുംബം മാറട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് കർത്താവിന്റെ പ്രാർത്ഥനകൾ നിങ്ങളെന്ന് പ്രത്യക്ഷപ്പെടുന്നത്. നമുക്കെല്ലാവർക്കും പ്രത്യാശയോടും സ്നേഹത്തോടും കൂടെ ഇന്ന് വിവാഹിതരാകുന്ന പ്രിൻസിനെയും അലിയെയും നസ്രത്തിലെ തിരുക്കുടുംബത്തിന്റെ മാതൃകയും മാധ്യസ്ഥമായി സമർപ്പിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. വിവാഹ കൂതാശയുടെ പരിശുദ്ധി ജീവിതകാലം മുഴുവൻ കാത്തു സൂക്ഷിക്കുവാനും ദൈവപരിപാടിനെ ആശ്രയിച്ചും വിശ്വസിച്ചും മുന്നേറുവാനും പ്രിൻസിനെയും അലിയെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം സമാനമായി നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും അവരെ വിശ്വാസങ്ങളിലും മാനസിക നന്മകളിലും വളർത്തുവാനും ആവശ്യമായ കഴിവുകൾ നൽകി ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായിട്ടും ജീവിതാന്തസ്സിൽ പ്രവേശിക്കാൻ കഴിയാതെ സങ്കടം അനുഭവിക്കുന്ന യുവതിയുവാക്കൾക്ക് ഉചിതമായ സമയത്ത് ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേർന്ന് പ്രിൻസിനും അലീനയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും അനുഗ്രഹങ്ങൾ നൽകി സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുകൂലമായ കാലാവസ്ഥയും ഐശ്വര്യം നിറഞ്ഞ സ്നേഹവിരുന്നും സുരക്ഷിതമായ യാത്രയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധുവരന്മാർ സന്തോഷത്തോടെ പ്രതീക്ഷയോടുകൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും നിറയ്ക്കുകയും അങ്ങയുടെ ദാസത്വ വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ വരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിലും ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും തിരുക്രമത്തിൽ പങ്കെടുക്കുന്നവരെയും അനുഗ്രഹിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയ സഹോദരി, ഈ ഗുരുവാശയാകാൻ പോകുന്നു. ഈ ഗുരുവാശ ലോകത്തിൽ കടന്നു ചെയ്തതിന് പുരോഹിതന്റെ പ്രാർത്ഥന നോക്കണം. നമുക്കെല്ലാവർക്കും പ്രത്യേകതയോടെ ഒന്നായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സാധ്യത നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തെ ബന്ധിപ്പിക്കുന്ന ഈ കൂടാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായ ചൊരിയണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. വിവാഹയുടെ ഏറ്റവും പ്രധാന കാലത്തേക്ക് പ്രവേശിക്കുന്നു. വിവാഹത്തിൽ വിവാഹമാക്കുന്നത് ബന്ധന്മാർ പരസ്പരം കൈമാറുന്ന സമ്മതമാണ്. ആ സമ്മതം പൂർണ്ണവും സൗമ്യവുമായിരിക്കും. ചോദ്യത്തിന് ആദ്യം പ്രിൻസ് ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയുന്നത്, തുടർന്ന് അലിയനെയും അതിനുശേഷം സാക്ഷികളായിട്ടുള്ളവർ വധുക്കൾ ഉയർത്തി അതെ എന്ന് പറഞ്ഞിരുന്നു. നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം അച്ഛൻ്റെ ചോദ്യത്തിലെ അവസാനത്തെ വാക്കാണ്. അനുസരിച്ച ഉത്തരം പ്രിൻസ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി അലീനയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. അലീന മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി നിന്റെ പ്രിൻസിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ ഉടമ്പടിക്ക് സാക്ഷികളാണ്. രണ്ടുപേരും ക്ഷയിക്കാൻ പഠിക്കുന്നതിന് കൈ ഓർത്തിരിക്കും.
അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടുകൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ എത്തിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും ആമേൻ. ആശീർവദിക്കുന്നു. തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിനും സ്നേഹത്തിനും വധൂവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ കാര്യം ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ കാര്യം അഭേദ്യമായ സ്നേഹത്തിനും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും എന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. മോതിരം ആശീർവദിക്കും. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മംഗളഗോപിയുടെ ആശീർവാദം. കൃപാകരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടിയെ ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ.
ഇന്ന് മുതലിന് മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊണ്ടാകുന്ന വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. രണ്ടുപേരും കൈകൾ കൂട്ടി ശിരസ്സുവഹിച്ചു. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളെ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും പ്രിൻസ് അരീന, നിങ്ങൾ ഒന്നായതിനു ശേഷം ആദ്യം ചെയ്യാൻ പോകുന്നത് വിശുദ്ധ കുർബാനയാണ്. നിങ്ങൾ ഒന്നായതിനു ശേഷം ആദ്യം ഉറപ്പിക്കുന്ന വിശുദ്ധ കുർബാന. ഈ വിശുദ്ധ കുർബാനയിൽ നിങ്ങൾ 3 കാര്യങ്ങളിൽ ചെയ്തിരിക്കണം. 1, നല്ല ദൈവത്തിന് നന്ദി പറയുക. 2, നിങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് നന്ദി പറയുക. 3, ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തോട് നന്ദി പറയുക, മാതാപിതാക്കൾക്ക് നന്ദി പറയുക, എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. കാഴ്ചവെച്ച ദൈവത്തോടെ വിശുദ്ധ കുർബാന തുടരുക. Amen.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യക മറിയത്തിന്റെയും നീതിമാനായ മറിയത്തിന്റെയും സ്മരണ വിശുദ്ധ ഉണ്ടാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരനെ ഈ കുർബാനായ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഉറച്ചവിശ്വാസത്തോടുകൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളോടുകൂടെ സമാധാനം. നമുക്കെല്ലാവർക്കും അന്താവസ്ഥയോടുകൂടെ പ്രാർത്ഥനയോടെയോ മറ്റൊരു ഉപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദ്യം ഇവിടെ രക്ഷിക്കപ്പെടുകയും സൂക്ഷിക്കുകയും കൂടാശയപ്പെടുന്നു. ലോകിതൻ ഘട്ടമാസം വഴി സമാധാനമാകാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നോ കണ്ണുകൾ താഴ്ത്തിയും ശ്രദ്ധ ഉയർത്തി നിശബ്ദരായി കൂടെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുകയും സമാധാനം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഉന്നതത്തിലേക്ക് കുർബാന അർപ്പിക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവായ സർവേശ്വരൻ അങ്ങയുടെ മകന്റെ എല്ലാ നാമങ്ങളിലും എല്ലാ സൃഷ്ടികളിലും നാം പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെ സകലത്തെയും കഴിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ കൊമ്പിതാരാധികളും അഗ്നിമയമായ സ്വർഗീയ സൈന്യങ്ങളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരൂപികളുമായ പ്രവചനങ്ങളും സാധ്യമാകളും ചേർന്ന് നാഥനായ ആരാധന സമർപ്പിക്കുന്നു. സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർ നൽകിക്കൊണ്ട് അരുളി ചെയ്തു. ജനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരം നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും. അപ്രകാരം തന്നെ കാസയെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു. ഇത് ജനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമെന്ന് നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുകയും.
എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്തു. സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ലേയോ പാപ്പായ്ക്ക്, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ റാഫേൽ മെത്രാപ്പൊലീത്തായ്ക്ക്, ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാറാന്തോസ് മെത്രാപ്പൊലീത്തായ്ക്ക്, ഞങ്ങളുടെ രൂപതാധ്യക്ഷനും പിതാവുമായ മാർ കോവി മെത്രാനും, സഭയിലെ മരണമേരിയർക്കും സന്യസ്തർക്കും അൽമായ പ്രേക്ഷകർക്കും, കർത്താവേ, സന്നദ്ധി അണിഞ്ഞിരിക്കുന്നവർ ഓരോരുത്തർക്കും വളരെ പ്രത്യേകമായി വിവാഹമെന്ന കൂദാശ സ്വീകരിച്ച് കുടുംബജീവിതത്തിന് തുടക്കം കുറിക്കുന്ന പ്രിൻസിനും അലീനയ്ക്കും അവരുടെ പ്രിയപ്പെട്ട നമുക്ക് കടങ്ങളുടെ പ്രതിക്കും പാപമോചനത്തിനും മരിച്ചവരുടെ ഉയർന്നവരുടെ പ്രത്യാശയും നിന്നെ പ്രേരിപ്പിച്ച എല്ലാവരോടും സ്വർഗരാജ്യമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നപ്പോഴും എപ്പോഴും ദൈവമേ, കൃപക്കത്തവിച്ചതിനോട് കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്ഥമയോഗ്യരാകുന്നു, എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യത്തിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. സജീവവും ജീവദായകമായി അപ്പം സ്വർഗത്തിൽ നിന്നായി ഇറങ്ങിയതും ലോകത്തെ മുഴുവൻ ജീവനമാകുന്ന പാപമോചനം രക്ഷയുണ്ടാകുകയും നിത്യവും ജീവിക്കുകയും ചെയ്യും. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ നിർദ്ദേശങ്ങളെ നമുക്കെല്ലാവർക്കും അത്യാവശ്യം സമീപിക്കാം. അന്നത്തോടെ പ്രസ്താവിച്ചും സൗഹൃദം ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സർവ്വനാമയോടെ യാചിക്കുകയാണ്. വിശിഷ്ടമായ പ്രാർത്ഥന നിങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നിങ്ങളോടുകൂടെ അങ്ങയുടെ മകളുടെ ആത്മാവോടുകൂടെ ജീവിതത്തെ പ്രവർത്തിക്കുകയും നാമെല്ലാവരിലും സംഭൂതമാകട്ടെ. വിശ്വാസത്തോടെ ദേവദശിയെ സ്വീകരിക്കാനും ആഗ്രഹം കാണിച്ചാലും സമയം വിഷയിക്കുന്നു. വിശുദ്ധ കുർബാന സമയമാണ്. ഇന്ന് സാദൃശ്യങ്ങളിലുമാണ് വിശുദ്ധ കുർബാന നൽകുന്നത്. അതിനാൽ നാമം നീട്ടി വിശ്വസിക്കുന്നു. സുഹൃത്തുക്കളായോ അയൽവാസികളായോ ഇതര മതസ്ഥരാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ഇരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കുർബാന സ്വീകരിക്കാൻ ആണെങ്കിലും സാദൃശ്യങ്ങളിലുമാണ് വിശുദ്ധ കുർബാന നാമം സ്വീകരിക്കും. Free.
ആശീർവാദ പ്രാർത്ഥന കഴിയുമ്പോൾ പ്രിൻസും അടിമയും രജിസ്റ്ററിൽ ഒപ്പുവെക്കും. അതിനുശേഷം ഫോട്ടോ സമയത്ത് ഫോട്ടോ എടുക്കും. ആദ്യം പോയി രണ്ടുപേരും ഒപ്പുവെക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരണത്തിന് ഫലം കൈവരിക്കണമേ. അങ്ങയുടെ സംരക്ഷണത്തിന് തമിഴിവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ അക്കരവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും കൈകൾ കൂട്ടി ശിരസ്സുവെച്ചു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും പൗരമായി ഇവരെ ആശീർവദിക്കുക. ഇവർക്കുവേണ്ടി പ്രാർത്ഥിക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിലവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹം എന്ന കൂതാശയ നിർമ്മലമായ സ്നേഹത്തിനും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിനും അവിടുന്ന് നിങ്ങളെ കാത്ത് പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതിജനകവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശകളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യമായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായി ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സ്വീകരിച്ചു കുർബാന കടന്നുപോകുന്ന പാപങ്ങളുടെ മോചനത്തിന് കാരണമാണ്. പിന്നീട്
100 നോക്കി